ലോകത്ത് എണ്ണ പ്രതിസന്ധി ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യത്തും എത്തിയിരിക്കുന്നു. എണ്ണവില കൂടുകയും എണ്ണ കിട്ടാതാകുകയും ചെയ്തതോടെ പാകിസ്ഥാൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് മാറുകയാണ്. നിലവിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. 2 ആഴ്ചത്തേക്കാണ് അവധി നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഇനി ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നാണ് പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സർക്കാർ സർവീസുകളെല്ലാം, സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ജോലി ഉണ്ടാകൂ. ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. ബാങ്കുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും. പ്രധാനപ്പെട്ട ഓഫീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 50% സർക്കാർ ജീവനക്കാർ വീട്ടിൽ ഇരിക്കേണ്ടതായി വരും. സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളത്തിൽ 2 ദിവസത്തെ വേതനം സർക്കാരിന് നൽകണം. ആംബുലൻസിനും പൊതുഗതാഗതത്തിൽ ഓടുന്ന ബസ്സുകളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 60% വാഹനങ്ങളും നിർത്തണം എന്നുകൂടി പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസത്തേക്ക് ഇത്തരം വാഹനങ്ങൾ പ്രവർത്തനരഹിതമാക്കണമെന്നാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന ഒരു ഉത്തരവ്. അതായത് ഏതാണ്ട് സമ്പൂർണ്ണമായ ലോക്ക്ഡൌൺ, നമ്മൾ കോവിഡ് കാലത്തും മറ്റും കണ്ടിരിക്കുന്നത് പോലെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് പാകിസ്ഥാൻ ഏറെക്കുറെയൊക്കെ എണ്ണ ലഭിച്ചുകൊണ്ടിരുന്നത്. ആ എണ്ണ എത്താതായതും ഒപ്പം തന്നെ എണ്ണയ്ക്ക് തീപിടിച്ച വിലയും പാകിസ്ഥാനിൽ ഇപ്പോൾ 2 തവണയായി എണ്ണ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇനിയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ജനരോഷം ഭയന്നാണ് സർക്കാർ ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഈ ലോക്ക്ഡൌൺ ഇനി ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന് പാക് സർക്കാർ പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യം യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചു തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.